ചന്ദ്രു സാർ, സാബിനൊരു കത്ത് വന്നിട്ടുണ്ട്. എനിക്കോ? ആയിരിക്കില്ല, എനിക്ക് കത്തയക്കാൻ ആരുമില്ല. സാബിന് തന്നെയാ? ചെന്നൈയിൽ നിന്ന് ഏതോ കൃഷ്ണമൂർത്തി എന്നൊരാളാണ്. എടാ ചന്ദ്രു, ഞാനാടാ നിന്റെ കൃഷ്ണമൂർത്തി. നീ ജീവനോടെയുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. എന്നെക്കൊണ്ട് പറ്റുമായിരുന്നെ ഞാൻ നേരിട്ട് വന്ന് കണ്ടേനെ. ഇപ്പോൾ ഞാൻ നാട്ടിലല്ലടാ, ഞാൻ ചെന്നൈയിലാണ്. ആ ക്രൂരമായ സംഭവത്തിന് ശേഷം ഞാൻ നാട്ടിലേക്കേ പോയിട്ടില്ല. എങ്ങനെയാണ് ഞാൻ തനിച്ചവിടേക്ക് പോകുന്നത്? നീ ഇല്ലാതെ, നമ്മുടെ അരവിന്ദനും ഇല്ലാതെ. എടാ, എന്റെ ചന്ദ്രുവിന്റെ ദേഹത്ത് കൈവച്ചാണ്ടല്ലോ, കൊന്നുകളയുന്നില്ല ഞാൻ. ഇപ്പോൾ നമ്മുടെ അരവിന്ദനില്ലേലും അവൻ്റെ മകൻ അവിടെയുണ്ട്. നിനക്ക് അരവിന്ദൻ്റെ കുടുംബത്തോടുള്ള ദേഷ്യം ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ നിന്നോട് ആർക്കും ഒരു ദേഷ്യവുമില്ല. അതുകൊണ്ടാടാ പറയുന്നത്, നീ ഒരു പ്രാവശ്യം നാട്ടിലേക്ക് വരണവിടാ. അരവിന്ദൻ്റെ മകനെ നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചു വേണം പോയി കാണാൻ. ഈ വരുന്ന ഓണത്തിന് നീ നാട്ടിലെത്തണം. നിനക്ക് വേണ്ടി ഞാൻ അവിടെ കാത്തു നിൽക്കും. സ്നേഹപൂർവം, നിന്റെ കൃഷ്ണമൂർത്തി. നമ്മൾ ഇതൊക്കെ ആഗ്രഹിച്ചു വന്നതല്ലേടാ. ഒന്ന് പാവത്തെ പോലെ അഭിനയിക്ക്. അപ്പോഴാണ് പാവം തോന്നി നമുക്ക് പടക്കം തരുന്നത്. മോൾ അങ്ങോട്ട് പോകും. മോളെ സൂക്ഷിച്ച്. അരവിന്ദ് മോനെ, നോക്കി നിൽക്കുന്ന കുട്ടികൾക്കും കുറച്ച് കൊടുക്ക്. ഞാൻ കൊടുക്കില്ല. അങ്ങനെ പറയല്ലേ മോനെ, മക്കള് ഭാഗത്ത്. എനിക്കത് വേണം. അമ്മേ അമ്മേ, എനിക്കൊന്ന് വാങ്ങിത്താ. വാശി പിടിക്കരുത്, അത് അവരുടേതല്ലേ. ഞാൻ വേറെ വാങ്ങിത്തരാം മോക്ക്. അമ്മേ അമ്മേ, എനിക്ക് വേണം വേണം. പറഞ്ഞ കേട്ടില്ലെങ്കിൽ രണ്ട് അടി വെച്ച് തരും. കണ്ടുപഠിക്ക്, കൊച്ചുകുട്ടിയാ. എത്ര മിടുക്കനാണെന്ന് നോക്കിയേ. നിന്നെ പോലെയാണോ മോനെ? മോന്റെ പേരെന്താ? ചോദിച്ചു കേട്ടില്ലേ? ചിന്ന. മോന്റെ പേര് ചോദിച്ച ചേട്ടനാണോ പറയുന്നേ? മോനല്ലേ പറയേണ്ടത്? അവനെ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല, അവന് കേൾക്കാനും കഴിയില്ല. അവനൊരു ഊമയാണ്. അയ്യോ, എന്റെ മോള്. ഡോക്ടർ, ഈ കുട്ടി വെള്ളത്തിൽ വീണു, രക്ഷിക്കണം. Get the injection. Okay, sir. അമ്മുക്കുട്ടി. മോളെ, മോളെ, അമുദേ, അമുദേ മോളെ.
സാവിത്രി 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 നീ ഇങ്ങ് വാ സാവിത്രി പേടിക്കണ്ട സാവിത്രി അവക്കൊന്നും ആവില്ല നീ കരയാതെ പറയുന്ന കേക്ക് സാവിത്രി നീ കരയരുത് ഒന്ന് സമാധാനിക്ക് ചെന്നൈയിൽ നിന്ന് ഞാൻ വന്ന ട്രെയിനെക്കാട്ടും സ്പീഡാണല്ലോ. ഇത്രയും സ്പീഡിൽ പോയ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാകും. എന്ത് സ്പീഡാന്ന് പറഞ്ഞ ഞാൻ പതുക്കെയല്ലേ ഓടിച്ചേ. നീ ഓടിച്ച കാര്യമല്ലേ പറഞ്ഞ, മീറ്ററിന്റെ കാര്യമോ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളൂ. ഇങ്ങനെ ചൂടാകല്ലേ, ഉരുകി പോകും കേട്ടോ. ഒന്ന് പോടോ. അമ്മേ അമ്മേ അമ്മോ. ആരാ? നോക്ക്, ഏതോ പിച്ചക്കാരനാന്നാ തോന്നുന്നത്. നേരം വെളുക്കണ്ട, പിച്ചെടുക്കാനെങ്കിൽ ഇറങ്ങും. പിച്ചക്കാരനല്ല അമ്മാവാ, ഞാനാ കൃഷ്ണമൂർത്തി. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാ. ഒന്ന് ചുമ്മാ ഇരിക്കെ. അല്ല, നീ ജോലി അന്വേഷിച്ച് ചെന്നൈക്ക് പോയതല്ലേ? എന്നിട്ട് ജോലി തിരക്കി എന്റെ ജീവിതം മടുത്തുപോയി. അവസാനം അങ്ങ് ചിറ്റപ്പന്റെ കൂടെ ആയി. വളരെ സൗകര്യം. അല്ല, ചിറ്റപ്പൻ എന്താ ജോലി എന്ന് പറഞ്ഞില്ലല്ലോ. ചിറ്റപ്പനും ജോലി അന്വേഷിച്ചോണ്ടിരിക്കുക, കൂടെ ഞാനും ജോലി അന്വേഷിച്ചോണ്ടിരിക്കുക. ഇപ്പൊ 2 ദിവസം ലീവിന് വന്നതാ. എടാ വേണ്ട, ജോലി കിട്ടിയില്ല, അതിനു മുന്നേ അവന്റെ ഒരു ലീവ്. ശരി വിട്ടേരെ, ജോലി കിട്ടട്ടെ. ഉടനെ തന്നെ 1 മാസത്തെ ലീവ് എടുത്തേക്കാം. എന്താ എന്തിനാണ് അവിടെ ഇവിടെ അലഞ്ഞു നടക്കുന്നത്? മറ്റൊന്നും ആലോചിക്കാതെ ഇവിടെ നിന്ന് കൂടെ. അതായത് അമ്മേ, ചിറ്റപ്പന് വലിയൊരു തറവാട്ടി പെയിന്റിങ് കിട്ടിയിട്ടുണ്ട്. അതെയോ? പിന്നെ ഞാനങ്ങ് ബിസി ആയി പോവല്ലേ, അതുകൊണ്ട് ആ ഫ്രണ്ട്സിനെ കണ്ടിട്ട് പോവാന്ന് വെച്ചേ. അല്ല, അവരൊക്കെ ക്ഷേത്രത്തിൽ പോയി അറിഞ്ഞിരുന്ന വരുന്ന വഴി ഞാൻ ക്ഷേത്രത്തിൽ അത് ഇറങ്ങി. സാരമില്ല, അമ്മത ആ വഴിക്കാ പോകുന്നത്. നിന്നെ ഒന്ന് ഇറക്കാൻ പറയാം. വളരെ നന്ദിയുണ്ട്. ഇവിടെ കൊണ്ടുവിട്ടതിനാണോ? എന്റെ ജീവൻ തിരിച്ചു തന്നേന്. എങ്ങനെയുണ്ട് എന്റെ ഡ്രൈവിംഗ്? ഇതാണ് ഡ്രൈവിംഗ്, ഒരു പോക്കല്ലേ. എന്താ ഇവിടെ ഒരു വിജനത, പെണ്ണുങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ പെണ്ണുങ്ങളെ കാണാൻ വന്നതല്ലേ, ഫ്രണ്ട്സിനെ കാണാൻ വന്നതല്ല? അല്ല, ഇതുപോലെ വിജനമായ സ്ഥലത്ത് നിന്റെ ചേട്ടൻ വരത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഇന്ന് ഏത് ദിവസമാണെന്നുള്ള കാര്യം മറന്നോ? ഇന്ന് ചിന്നയുടെ ആണ്ട. അവന് ബലിയിടാൻ വന്നിരിക്കുക. ആർക്കാണ് ബലി കൊടുക്കേണ്ടത്? എന്റെ അനുജന്. ഫ്രണ്ട് കൃഷ്ണമൂർത്തി വന്നിട്ടുണ്ട്. ആരെ? കൃഷ്ണമൂർത്തിയോ വന്നിട്ടുണ്ടോ? എടാ, നീ എന്താ അവിടെ ഇരിക്കുന്നത്? അകത്തേക്ക് വരാൻ പാടില്ലേ? അതൊന്നും സാരമില്ലടാ. എന്താടാ, എല്ലാം കഴിഞ്ഞില്ലേ? ആ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പട്ടണത്തിലെ ജീവിതം? ഹായ്, ഷാൻ കാഹിസ്നെ. എന്താ? ഇക്നിയെ ഷാൻ കാഹിസ്നെ. ഇക്നനി ഷാൻ കാഹിസ്നെ എന്ന് വെച്ചാ? ഇത് കൊള്ളാം. ഇതൊന്നും അറിയില്ല, പിന്നെ എങ്ങനെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയേ? ആദ്യം ഇതൊക്കെയല്ലേ പഠിക്കേണ്ടത്, അത് കഴിഞ്ഞ് കോളേജ്. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഈ കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുത്തിട്ട് വരാം. ആ വാ, നടക്ക്. ഇക്നിയെ ഷാൻ കാഹിസ്നെ എന്ന് പറഞ്ഞാ ഇതുവരെയായിട്ട് ഇവന് ഇക്നിയെ കാക്കസിനെയെ വിടാറായി. സൈറ്റ് അടിക്കുന്നത് നീ നിർത്തിയോ? അതുപോലെയാ, അവനും ഇതൊരു രോഗമാ. ശരി, എന്തിനാ നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? എടാ, എന്തേലും പ്രശ്നമുണ്ടോ? അതെ. എന്താടാ? അമുദയുടെ. അമുദയോ? അവക്കെന്ത് പറ്റി? ഞാൻ ആരാടാ? ചന്ദ്രു അല്ലേ? അവിടെ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ? എന്നോട് സംസാരിക്കുന്നതിനും ഇടപഴകുന്നതിനും ഒരു അതിര് വേണ്ടേ? അങ്ങനെ എന്താടാ അവള് ചെയ്തത്?
എന്നിൽ എന്തൊക്കെയോ മോഹങ്ങൾ വെച്ച് അവിടെ മനസ്സിൽ എന്തൊക്കെയോ സ്വപ്നം കണ്ട് കിടക്കുക. അങ്ങനെയെങ്കിൽ അവക്ക് നിന്നോട് ഇക്കിനി ഞാൻ എടാ, അവള് നമ്മുടെ ഫ്രണ്ടിന്റെ അനിയത്തിയാ. അത് മറന്ന് നീ സംസാരിച്ചിട്ടുണ്ടല്ലോ. അവൾ എന്നെ മോഹിക്കാൻ പാടില്ല. അതൊക്കെ തെറ്റാണെന്ന് നീയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അവിടെ തലേ കയറത്തില്ല. കാരണം മധുര 17 കഴിഞ്ഞ് പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ, അഡൽസുള്ള ഏജ്. വയസ്സാണോ മനസ്സാണോ എന്ന് എനിക്കറിയണ്ട. ഈ വ്യാമോഹം കൊണ്ട് അവളെന്റെ അടുത്ത് വരാൻ പാടില്ല. നീ എന്നോട് പറഞ്ഞല്ലോ, പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കാം. എന്നാൽ അവള് നിന്റെ അടുത്ത് വന്ന് എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞല്ല സത്യമാണെന്ന് പറഞ്ഞേക്കണം. എടാ, ഹായ് മോളെ, ഈ തിരുപ്പൻ എവിടെ നമ്മൾ മേടിച്ചത്? നീ എന്താ പറയാൻ പോകുന്നത്? തിരുപ്പനാണോ ഒറിജിനൽ ആണോ എന്നാ ഞാൻ ചോദിച്ചത്. അമുദയുടെ എന്താ പറയാൻ പോകുന്നത്? ആ, അമുദ നിന്റെ മുഖത്ത് നോക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അവള് നിന്നോട് വന്ന് എന്ത് ചോദിച്ചാലും കൃഷ്ണമൂർത്തി സാർ പറഞ്ഞല്ല സത്യമാണെന്ന് പറഞ്ഞു. ശരി, വേണ്ട, കൃഷ്ണമൂർത്തി മാഷെന്ന് പറഞ്ഞാലോ. എടാ, അവൻ വരുന്നു, ഇതൊന്നും അവനോട് പറയണ്ട. ഹായ്. ഹായ്. എന്താ രണ്ടുപേരും സീരിയസ് ആയിട്ടിരിക്കുന്നത്? അങ്ങനൊന്നുമില്ല. ഇതെന്താ പുതിയ കണ്ണാടിയൊക്കെ? കണ്ണാടിയോ? ആ, കണ്ണാടി ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ ആ ഫ്രെയിം ഇയാളുടെ ഫേസിന് സൂട്ട് ആകുന്നില്ലല്ലോ. അത് കുറച്ച് ചെറുതായിരുന്നെങ്കിൽ വളരെ നന്നായിനെ കേട്ടോ. എന്റെ വീടിന്റെ അടുത്ത് സൗന്ദര്യം ആസ്വദിച്ചാൽ മാത്രം പോരാ, അതിനെ പുകഴ്ത്തി പറയണ്ടേ, എങ്കിലും അതിനൊരു ഫീൽ ഉണ്ടാവുള്ളൂ. ഫീൽ വേണ്ട, ചിലപ്പോ നിന്റെ വീട്ടിൽ ഫീൽ ചെയ്യും. എന്റെ പൊന്നെ, ക്ലാസ്സിൽ ഇരുന്നങ്ങ് ബോറടിച്ചു. എക്സ്ക്യൂസ് മീ, യെസ്, ഒരു SSIK തരുമോ? കിസ്. എന്താ? നാളെ തന്നെ തിരിച്ചു തരാം, പോരെ? പോടാ അവിടുന്ന്. ആ, ഇതിനാണോ ദേഷ്യപ്പെടുന്നത്? ഇല്ലെങ്കിൽ ഞാൻ തരാവുന്നേ, പിന്നെ എനിക്ക് തിരിച്ചു തന്നാ മതി. ഒരു വിധത്തിലും അങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ. അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എടാ, ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കുറ്റം കൊണ്ടാണോ എനിക്ക് വീഴുന്നേ? നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? പെണ്ണുങ്ങളെ ആണുങ്ങളല്ലാതെ വേറെ ആരാടാ നോക്കുന്നേ? നീ ഒറ്റ ഒരുത്തിനാ അവനെ ചീത്ത. നീ വേണേ ബ്രഹ്മചാരിയായിട്ടിരുന്നു, ഞങ്ങളെ വെറുതെ വിട്ടേ. മാറാ മോനെ, നീ പോയി വളക്കടാ, ചെല്ലേ. എങ്ങനെയാടാ വളയ്ക്കുന്നത്? ഐസ്ക്രീം കഴിക്കാൻ വരുന്നോ അതോ സിനിമയ്ക്ക് വരുന്നോ എന്ന് ചോദിച്ചാലോ? സിനിമ കണ്ടുകൊണ്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് പറ. ഇക്കിനിയെ കാക്കസിനെ സ്റ്റാർട്ട് ചെയ്തോ? ആ, വേഗം സ്റ്റാർട്ട് ചെയ്തോ. ഷാൻ കാഹിസ്നെ ഉണ്ടാവോ? എനിക്ക് ഷാൻ കാഹിസ്നെ ഉണ്ട്. നിങ്ങൾക്ക് ഷാൻ കാഹിസ്നെ ഉണ്ടോ? പിടി കിട്ടിയില്ലല്ലേ? ഷാ ആ ആൻ കാഹിസ്നെ, അത് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. സ്നേഹിക്കാൻ ആശ. എനിക്ക് സ്നേഹിക്കാൻ ആശയുണ്ട്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ ആശയുണ്ടോ എന്നാ ചോദിച്ചത്. ഇനി പറഞ്ഞു, എവിടേക്കാ പോണ്ടേ? സിനിമയ്ക്ക് പോണോ അതോ ഐസ്ക്രീം കഴിക്കാൻ പോണോ? നമുക്ക് നിങ്ങൾ അരവിന്ദല്ലേ? അവര് ചന്ദ്രുവും കൃഷ്ണമൂർത്തിയല്ലേ? അതെ. ഞങ്ങളെങ്ങനെ നിങ്ങൾക്കറിയാം? ഞങ്ങൾ അമുദയുടെ ക്ലാസ്മേറ്റ്സാ. ഞങ്ങളെ ഓർമ്മയില്ലേ? ഞങ്ങൾ അമുദയുടെ ഒപ്പം എത്ര പ്രാവശ്യം വീട്ടിൽ വന്നതാ? ഞങ്ങളെ മറന്നുപോയോ? നമ്മളെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടാ. ഹായ് പറ, ഹായ് പറ. ഒന്ന് വെറുതെ ഇരിക്കടാ. ഷാൻ ഖാഹിസിനെ ഓട്ടോ സാർ, എവിടേക്കാ പോണ്ടേ? എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു നിർത്ത്. എടാ, കണ്ടല്ലേ അവൻ നമ്മളെ ഇട്ടിട്ട് പോകുന്നത്? എടി, എന്തടി കാണിക്കുന്നത്? എവിടെ നിങ്ങളുടെ ഓമനപുത്രൻ? എവിടെ അവൻ? ഓടി ഒളിച്ചല്ലേ? അവനെ എന്തിനാ അന്വേഷിക്കുന്നത്? എന്താ ചേട്ടനല്ലേ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഇവളെന്താ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളുന്നത്? അവന്റെ ചിരി കണ്ടില്ലേ? നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? എനിക്കല്ല, പെറ്റു വെച്ചിരിക്കുന്നില്ലേ? ഇവൻ ഒറ്റ പെണ്ണുങ്ങളെ വിടില്ല. എന്താ ഇത്? സാവിത്രി, പ്രായപൂർത്തിയായ പെണ്ണിനെ എന്തിനാ കൈനീട്ടി അടിക്കുന്നത്? അവളുടെ കൂടെ പറഞ്ഞ ചേട്ടനെയാണ് അവള് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്. അവൻ എന്റെ ചേട്ടനുമല്ല, ഞാൻ അനിയത്തിയുമല്ല. ഞാൻ ചോദിക്കാം അവളോട്. പറയുന്ന കേക്ക്. എടി മോളെ, അവൾ എത്ര ദേഷ്യപ്പെടാനായി? നിന്റെ ചേട്ടൻ എന്താ ചെയ്തത്? ഇന്ന് എന്റെ കൂട്ടുകാരികളോടൊക്കെ എത്ര വൃത്തികേടായിട്ട് സംസാരിച്ചെന്നറിയോ? അവരോടൊക്കെ ചോദിക്കുകയാണ് ഐസ്ക്രീം കഴിക്കാം, സിനിമയ്ക്ക് പോകാം, ഹോട്ടലിലേക്ക് പോകാം എന്നൊക്കെ. ഇതുവരെ കോളേജിൽ ഓരോരുത്തരും എന്നോട് കൈ നീട്ടി സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അവരുടെയൊക്കെ മുന്നിൽ തല കുടിച്ചു നിന്നുപോയി. ഇതിനൊക്കെ കാരണം അവനാ. ശരി ശരി, കരച്ചിൽ നിർത്തേ. അഹങ്കാരി ഇങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവന്റെ ഫോട്ടോ പിന്നെ മേശപ്പെടുത്തെടുത്ത് വെക്കുകയല്ലേ? ഇതെന്താ ജാക്കി ചാന്റെ ഫോട്ടോ ആണോ? പറന്നു വരുന്നല്ലോ. ജാക്കി ചാൻ ഇത്രയും മീശ ഇല്ലല്ലോ. എടാ, നിന്റെ ഫോട്ടോ. എടാ,
എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂഞ്ഞു? എന്നടാ ഫോട്ടോ എല്ലാം വലിച്ചെറിയുന്നത്? വീട് പെയിന്റ് അടിക്കും. അതല്ലടാ, നമ്മൾ കമന്റ് അടിച്ചത് ആ പിള്ളേർ അവളോട് പോയി പറഞ്ഞു. അതിന്റെ ബഹളമായി കാണുന്നേ. ഇവളെനിക്ക് കുരിശായി തീരുന്ന തോന്നുന്നേ. നീ എന്തിനാണ് പേടിക്കുന്നത്? അവള് നിന്റെ അനിയത്തിയല്ലേ? ധൈര്യമായിട്ട് പോടാ, ഞങ്ങള് പിന്നെ എവിടേക്ക് പോകും നിങ്ങൾ? എന്നെ കുഴി തള്ളിയിട്ടിട്ട് രണ്ടും കൂടെ രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാൽ മതി. ഇത് നീ നിന്റെ അനിയത്തിയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിനകത്ത് മൂന്നാമതൊരാൾ വരാൻ പാടില്ല. ഞങ്ങൾ വരട്ടെ. പോകാൻ വരട്ടെ. മര്യാദക്ക് ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിലേ പിന്നെ നീ ജനിച്ച നാട് കാണില്ല. പറഞ്ഞേക്കാം. അമ്മാവ, ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് അയച്ചിരിക്കാവൻ വിടല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കടാ. എടാ പോടാ അങ്ങോട്ട്. നിന്നോടും കൂടെ അങ്ങോട്ട് മാറി നിൽക്കേ. എന്താടാ ബസ് സ്റ്റോപ്പിൽ നടന്നേ? ആട് നടന്നു, ആന നടന്നു. അരവിന്ദൻ എന്താ ചെയ്തെന്നാ ചോദിച്ചത്? അരവിന്ദനോ? ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ലെന്നോ? എന്റെ ഫ്രണ്ട്സിനോടൊക്കെ വൃത്തിയോട് പറഞ്ഞില്ല? എന്താ പറഞ്ഞേ? അവരാണ് നിന്റെ ഫ്രണ്ട്സ്. ആ പെണ്ണുങ്ങള് ചന്ദ്രുവിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയുവോ? ഷാൻ കാക്കസിനെ. എടാ, എന്നെ എന്തിനാ വലിച്ചടിക്കുന്നത്? നിന്റെ പേര് പറഞ്ഞാലേ അവള് മര്യാദക്ക് നിൽക്കുള്ളൂ, അല്ല പ്രശ്നമാകും. അവിടെ എന്താ ഒരു കുശുകുശുപ്പ്? അത് പറയണ്ടെന്നാ പറയുന്നേ. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു പെണ്ണിനെ പോലും നോക്കാത്ത ചന്ദ്രുവിന്റെ മുഖത്ത് നോക്കി കാക്കിസിനെ എന്ന് പറഞ്ഞാൽ അരവിന്ദം വെറുതെ വിടണമെന്നാ? അതെന്താടാ ഈ കാക്കസ്നിയ? എന്തിനാടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്? എന്തെങ്കിലും വൃത്തികെട്ട വാക്കായിരിക്കും. അതേ മാമാ, വൃത്തികെട്ട വാക്കാന്നേ. അത് കേട്ടപ്പോ അരവിന്ദൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ആ ദേഷ്യത്തിൽ അമതയോട് പോയി അവളവനെ മാറ്റി പറഞ്ഞത് അല്ലേടാ? ഓഹോ, അങ്ങനെയാണോ കാര്യം? അയ്യോ മുത്തശ്ശി, പെൺകുട്ടികൾ അടങ്ങി ഒതുക്കി നടന്നില്ലെങ്കിൽ പിന്നെ ആൺപിള്ളേർ എന്ത് ചെയ്യാനാ? അമ്മേ, നിങ്ങൾ അകത്തു പോ. സാവിത്രി, നീയും പൊയ്ക്കോ. അമ്മാവ അവർ പറയുന്നത് അല്ല, പച്ചക്കള്ളമാണ്. നിങ്ങൾ എന്താ കിണ്ണം കെട്ട കള്ളനെ പോലെ നോക്കിയിരിക്കുന്നേ? എഴുന്നേറ്റ് വന്നേ ഇങ്ങോട്ട്. അവക്ക് വേറെ ജോലിയില്ല. അല്ലാണ്ട് പിന്നെ. ആസ് യൂഷ്വലി ഈ കേസ് അവസാനിച്ചു. നോ ഫർദർ ആർഗ്യുമെന്റ്സ്. എന്ത് തന്നെയാണെങ്കിലും അനിയത്തിന്റെ കൂട്ടുകാരികളോട് സംസാരിക്കുന്നതിന് ലിമിറ്റ് വേണ്ടേ? അത് നിനക്കും ഇല്ലല്ലോ. ചേട്ടന്റെ ഫ്രണ്ടിനോട് പെരുമാറുന്ന രീതിയാണ് നീ കാണിക്കുന്നത്. മിസ്റ്റർ, ഒന്നകത്തേക്ക് വരുവോ? യെസ്. എന്താ വിളിച്ചായിരുന്നല്ലോ. നിങ്ങളെ ആരാ വിളിച്ചേ? ഓ, അവനെ ആയിരുന്നോടാ. നിന്നെ തന്നെയാടാ. ഒന്നകത്ത് വന്നേ. എന്നെ എന്തിനാണ് അവളെ വിളിക്കുന്നത്? പോടാ, ഞാനിവിടെ ഉണ്ടല്ലോ, പോ. എടാ കൃഷ്ണമൂർത്തി, ഞാൻ ചോദിക്കുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. ഇക്കിനെ ഷാൻ കാക്കസ്നെ എന്ന് വെച്ച എന്താടാ? അമ്മായി, എടാ എന്തിനാണ് അവളെ വിളിക്കുന്നത്? കോടതി പോവാതെ ഇക്കിനിയെ ഷാൻ കാക്കസ്നിയെ എന്ന്. കഥ എന്തിനടച്ച്? ഞാൻ എന്നെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ പുറത്ത് പറഞ്ഞു നടക്കാ പതിവല്ലേ? ഇല്ലല്ലോ, ഞാൻ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നീ പറയാതെ കൃഷ്ണമൂർത്തിക്ക് എങ്ങനെ അറിയാം? നേരെ നോക്ക്. എന്റെ ചേട്ടന്റെ കൂടെ നീയും പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അടിച്ച് ശരിയാക്കി കളയും. പോ. ഇതുവരെ നടന്നതൊക്കെ കൃഷ്ണമൂർത്തിയോട് പറഞ്ഞില്ലേ? ഇനി ഇതുകൂടെ പോയി പറയണേ.